നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുണ്ട്. കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുണ്ട്. റോഷിനിയുടെ കാര്യമാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇൻ്റർവ്യൂ വന്നിട്ട് ഇവൾ ഈ MDMAയുടെ കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ന പോലെ ദിയാസനെ വലിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് കേട്ടിട്ടാണ് ഈ പറയുന്ന റോഷിനി രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിറോസ് ഖാൻ്റെ അക്കൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇതൊരു തംബ്ലൈൻ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ എന്ത് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ തംബ്ലൈനായിട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇത് വേറൊന്നുമല്ല, ഈ ഫാന ഇങ്ങനെ ഒരു കയറല്ലല്ലോ, ഷാള് കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അത് വേറെ ഒന്നുമല്ല, ഇവർ ജീവിതം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് കയറിയിട്ട് ഇതെല്ലാം കെട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഓരോ ഫോട്ടോസും കാര്യം എടുത്തിട്ട് ഓരോ വ്യക്തികൾക്ക് അയച്ചു കൊടുക്കും. ഇപ്പോൾ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ വിട്ട് കളയും, ഞാൻ ആത്മഹത്യ ചെയ്യും, അത് തന്നെ സംഭവം എന്നുള്ള രീതിയിലെ സംസാരവും കാര്യങ്ങൾ. അങ്ങനെ പലവട്ടം ദിയാസന തന്നെ ഓടിപ്പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും ഇതുപോലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്ത്, കാരണം ദേവിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ. കാരണം വിശ്വാസം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല സ്നേഹത്തോടുള്ള പെരുമാറ്റം, പക്വതയുള്ള പെൺകുട്ടി, എങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി വിചാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ തനി സ്വഭാവം എന്താണെന്ന് ഇപ്പോഴല്ലേ പുള്ളിക്കാരിക്ക് മനസ്സിലായത്. ഇനി റോഷിനി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ദിയയ്ക്ക് അയച്ചു കൊടുത്ത ഫോട്ടോയുടെയാണ് ഈ കാണിക്കുന്നത്. എന്തായാലും അവർ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നന്നായി. ഒരുപാട് ചാറ്റുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇവിടെ അയച്ചതിൻ്റെയൊക്കെ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റോഷിനിയുടെ കാര്യം. അന്ന് റോഷിനി വന്നിട്ട് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ അത് പുറത്തു വിട്ട് ഈ പറയുന്ന സജനയുടെ മൂക്കിൽ നിന്ന് 3 കിലോളം സാധനം, അതായത് MDMA പോലുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ സംസാരം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഒരു നല്ല അടിക്കാരിയാണെന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവരുടെ ഒക്കെ അക്കൗണ്ടിൽ നല്ല എക്സ്ക്ലൂസീവ് സാധനം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ അതുൽ വ്ളോഗ്സിൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാനലിൽ അത് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പം ഞാൻ എൻ്റെ ചാനലും കൂടെ വെക്കാം, അത് കാണാത്തവർക്ക് ഇത് കാണാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാത്തവർ അടുത്ത ചാനലിലൊക്കെ പോയി നോക്കിയാൽ വേറെ വല്ല എക്സ്ക്ലൂസീവോ എല്ലാം വരുന്നുണ്ടെന്ന് നോക്കാം. അല്ലാത്തവർക്ക് ഇരുന്ന് മൊത്തം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു സ്ത്രീ പൂക്കുട്ടിയും തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളും മറിക്കാൻ വേണ്ടി ദിയാസനെ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിറോസിൻ്റെ 17 വയസ്സുകാരുടെ കാര്യത്തിലാൻ തുടങ്ങി. അങ്ങനെ കഥ മാറ്റാൻ ചേച്ചി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഫിറോസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിറോസ് അനുഭവിപ്പിക്കും, അത് വേറെ കാര്യങ്ങളൊക്കെ, അത് വേറെ. പക്ഷേ ഈ പൂക്കുട്ടി കേസ് കേട്ട് സജന കേസ് കേട്ട് നമ്മളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമോ ഇവരൊക്കെ എന്താ ഇതിൻ്റെയൊക്കെ ഇത്ര ആർത്തിയും കാര്യങ്ങളൊക്കെ വല്ലവൻ്റെയും കാര്യത്തിലല്ല. ഓരോ മനുഷ്യരെ എടുത്തിടുകയും അവരുടെ ജീവിതം തുലയ്ക്കാൻ നോക്കുന്ന ഇവരെ എന്ത് ചെയ്യണം? പിന്നെ ഇവരോ നാറി ഇനി നാട് മൊത്തം ബാക്കിയുള്ളവരെ കൂടെ നാറ്റിക്കാൻ വേണ്ടി നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, നമുക്കിനി ബാക്കി കഥയിലോട്ട് നമുക്ക് പോകാം. അതൊന്ന് ഞാൻ വെച്ച് തരാം. ഓക്കെ, ചേച്ചി അവിടെ നിൽക്കി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് തൊട്ട് നിങ്ങൾ റോഷിനിയുടെ ഓരോ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മൊത്തം ഇരുന്ന് കേൾക്കുകയൊക്കെ ചെയ്യണം. അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഈ അടുത്ത സമയത്ത് എന്താ പറഞ്ഞത്, ഈ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ എങ്ങാണ്ട് കൊണ്ടുപോയിക്കാൻ കണ്ട 500 ദിർഹംസിനെ കണ്ട് ഇവരെ വിൽക്കാൻ വേണ്ടി. അത്രയ്ക്കേ ഉള്ളൂ നിങ്ങൾ? 500 ഉള്ളോ? ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. എന്തോന്നാണ് ഈ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്? ഓക്കെ, ഈ സംഘങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ കേസോ കാര്യങ്ങളായിട്ട് പോയിട്ടില്ല? പൂക്കുട്ടിയെ പോലൊരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇതിനു വേണ്ടി എതിർത്ത് നിന്നില്ല? ഓസ്കാർ മേടിച്ചൊരു വ്യക്തിയാണ്. ഇന്ന് ലോകത്ത് അദ്ദേഹം വിളിച്ചാൽ എടുക്കാത്തവരാരുമില്ല. ഇതുപോലുള്ള, അതും സ്വന്തം കാമുകിയെ ഇവിടെ ആൾക്കാരിട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യത്തിലൊക്കെ പൂക്കുട്ടി ചേട്ടൻ ഇടപെട്ടില്ലെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ അത്രയും സ്നേഹമുള്ളൂ പൂക്കുട്ടി. അതും കൂടെ ജസ്റ്റ് പറയാം എന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ റോഷിനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനതെല്ലാം മൊത്തം നിങ്ങൾക്ക് വെച്ചുതരാം. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. കറക്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം കൊടുത്തിരിക്കണം. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അവരിപ്പോൾ ഒരു 2 days ആയിട്ട് എൻ്റെ വോയിസ്, എൻ്റെ ഫോട്ടോ ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സജന എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂട്ടുകാരിയായി വന്നതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതുപോലത്തെ ഉള്ള വൃത്തികെട്ട അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രോഡ് എന്ന് തന്നെ പറയണം. ആൾക്കാരെ മനസ്സിലാക്കാതെ കൂട്ടുകൂടിയതിന്റെ ഫലം അത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഉളുപ്പുമില്ലാണ്ട്, എനിക്കറിയില്ല, നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് എനിക്ക് തരണം, ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഒരാളെ പറയാൻ പറ്റുമോ എന്ന്.
അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി മാത്രം. കാരണം എനിക്കിത് തെളിയിക്കേണ്ടത് ഒന്നെന്ന് വെച്ചാല് ഞാൻ എന്താണോ ഞാൻ ആരാണോ എന്ന് പോലും അറിയാതെ എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇട്ട്, മനസ്സിലായില്ലേ? എനിക്ക് അതും ഇങ്ങനെ ഓരോ സ്ഥലത്ത് കറങ്ങുക. അപ്പൊ എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ എനിക്ക് അത് ബോധിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ പുറത്തു നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവൾ ഇതാണോ എന്ന് ചിന്തിക്കരുത്. കാരണം എനിക്ക് മക്കളുണ്ട്. എനിക്ക് സജനനെ പോലെയുള്ള തൊലിക്കെട്ടിയോ സജനയുടെ ഫാമിലി ഇത് കേട്ടിരിക്കുന്ന പോലത്തെ മനക്കെട്ടിയോ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല. അവർക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അവർക്കൊക്കെ കേൾക്കുമ്പോൾ അറിയില്ല, ഒരു കുടുംബത്തിൽ നമുക്കൊരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറും. അപ്പൊ ഇത് എന്താണെന്ന് തെളിയിക്കേണ്ടത് എന്റെ മാത്രം കടമയാണ്. അത് എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇതെടുത്ത് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സ് ഒരിക്കലും ഞാൻ അവരെ തെറ്റു പറയൂല. സജനനുമായി ബന്ധപ്പെട്ട അവളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിയാവുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അവരാരും അത്രയും വലിയ ഇതായിട്ട് പറഞ്ഞിട്ടുമില്ല, എന്നെ വലിയൊരു ഇതായിട്ട് കാണിച്ചിട്ടുമില്ല. പക്ഷെ ഫോട്ടോ വന്ന് ആ ഫോട്ടോ തമ്പനയിലായിട്ടൊക്കെ വെച്ചപ്പോ അത് മക്കൾക്ക് അതിന്റെ എന്താണ് ഇങ്ങനെ അമ്മ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് വരുമ്പോ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എന്റെ കടമയായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത്. സജന പറയുന്ന മറുനാടന്റെ വീഡിയോയില് സജന എന്റെ പോഷൻ പറയുമ്പോ പറയണത് ഇങ്ങനെയാണ്. അത് നിങ്ങൾ എല്ലാരും കണ്ടതുമാണല്ലോ. സജന പറയണത് ഒരു കാര്യമാണ്. എന്നെ ദുബായിൽ കൊണ്ടുപോയ ഒരു സ്ത്രീ, റോഷിനി എന്നാണ് പേര്. ഏ എന്താണ് എനിക്ക് ഞാൻ ഫ്ലൈറ്റിൽ പോലും, അയ്യോ ഇല്ല ഇല്ല സോറി, ഫ്ലൈറ്റിലല്ല, ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പാണ് ചെയ്യാത്തത്. ഞാനൊരു പാവം കുട്ടി, ഒരു പൊട്ടി കുട്ടീനെ പോലെ ഞാൻ അവിടെ പോകുന്നു, എന്നെ ക്ലബിൽ കൊണ്ടിരുത്തുന്നു. ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, സജനയുടെ തൻ്റെ ഇടം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. എത്ര നാറാനും നാണം കെടാനും ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്. ഏഹ് നമ്മളോട് സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിലേ നല്ല സ്നേഹത്തോടെ ഭയങ്കര ചക്കരേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. അമ്മുച്ച അടി മുത്തേ, ഞാൻ പറയാഞ്ഞല്ല മുത്തേ, സത്യമായിട്ട് ഉറങ്ങിപ്പോയി. തന്നെ ഇവളോട് ചോദിച്ചോക്കെ. എനിക്ക് ഉറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ഇന്നലെ. ഞാനും അവള് ഉറങ്ങിയിട്ടില്ല. എനിക്കറിയാലോ, ഞാൻ രാവിലെ തൊട്ട് അങ്ങനെ ഇരുന്ന് അവിടുന്ന് ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് വന്ന് ഇവിടെ വന്ന് ഒരു ബോധമില്ലാതെ ഡ്രസ്സ് മാറി ഒരൊറ്റ കടത്ത്. ഞാൻ ഇപ്പൊ എണ്ണിച്ച് വിശന്നും പോയി. അപ്പൊ ഫുഡും കഴിച്ചതാണ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ മുത്ത. മോനെ പപ്പാടത്തും പറയണ കുഞ്ഞാ, പപ്പാടത്ത് മമ്മിയടുത്ത് പറയണം, പിള്ളേർക്കൊക്കെ പറഞ്ഞേ കേട്ടാ. അവനെന്തിയെ, കുഞ്ഞെന്തിയെ, അവന്റെ ചക്കര മൂടത്തേക്ക് എടി സത്യമായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞോണ്ടല്ല കേട്ടാ. ചക്കര പോന്നു വേണം. നിന്നെ എനിക്ക് ഇന്നലെ മിസ് ചെയ്ത്. നിന്നെ ഉണർത്താൻ വേണ്ടി ഞാൻ നോക്കിയതാ. എന്നിട്ട് നിന്നെ ഉണർത്താൻ പറ്റില്ല. ചക്കര പൊന്ന സൗണ്ട് സംസാരം ഒക്കെ മിച്ച് ചെയ്ത് ടിഷ്യൂ ചക്കര മോനും. മോനെ പപ്പാടത്തും അമ്മയടുത്തും പറയണേ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണേ. പപ്പ ഞാനിവിടെ സേഫായിട്ട് എത്തി. റോഷമ്മയടുത്ത് വന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലോ, അവിടെ വന്ന് വേണ്ട നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി. റോഷമ്മ ഫുഡൊക്കെ വേണ്ട ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇനിയിപ്പോ ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. അവിടുന്ന് വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു മനസ്സിന് വിഷമം. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഉറങ്ങി എണ്ണിച്ചപ്പോഴത്തേക്ക് ഓക്കെ. ഇനി പുറത്തോട്ടൊന്ന് പോയി നടന്നെല്ലാം ഒന്ന് ആക്റ്റീവ് ആവണം കേട്ടോ. അപ്പൊ അപ്പൊ ആദ്യമേ നമുക്കൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ചുഴിഞ്ഞു നോക്കിയിട്ട് എടുക്കാനാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അബദ്ധങ്ങളിലൊന്നും പോയി പെടേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്കിത് വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഇതുപോലത്തെ ഫ്രോഡിനെയൊക്കെ പിടിച്ച് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്തിലും കയറ്റിയിട്ട് എനിക്ക് കിട്ടിയ ഇതാണ്. അപ്പൊ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതിടുന്നത്. മക്കൾ മാത്രമല്ല, എന്റെ കുടുംബത്തിനും കൂടി വേണ്ടിയിട്ട്. കാരണം അവര് അത്യാവശ്യം അവർക്ക് എന്താ വെച്ചാല് മനസ്സിൽ എന്നെ കുറിച്ച് തെറ്റൊന്നും വിചാരിക്കും. ഞാൻ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കേൾക്കാം, കുഴപ്പമില്ല. അപ്പൊ അതിനുമുമ്പ് ഞാൻ പറഞ്ഞു വരേണ്ടത് ഞാൻ എന്താണെന്നുള്ളതാണ്. ഞാനൊരു മീഡിയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഡെസിഗ്നേഷൻ ഞാൻ വെക്കുന്നുണ്ട്. കാരണം സച്ചിനെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എൻ്റെ ഡെസിഗ്നേഷൻ ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. ഈ ഒരു ജോബിൽ ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് 500 ദിറംസിന് സജനനെ കൊണ്ട് വിറ്റ് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് അത്യാവശ്യം അവിടെ നല്ല നല്ല കോണ്ടാക്റ്റുകൾ ഉള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഇത്രയും വർഷം എനിക്ക് നാളെ എല്ലാവരുടെയും മുഖത്ത് നോക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഈ സജനന സത്യം പറഞ്ഞാൽ അവിടെ ഒരാൾക്കും അറിയുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ ഏറ്റവും ഉള്ളത്. ഇപ്പം നമ്മൾ നടത്തുന്ന ഏതെങ്കിലും ഒരു ഈവെന്റിൽ ഇവളൊന്ന് ഉൾക്കൊള്ളിക്കാന്ന് വെച്ചാൽ പോലും സജന ഒരു സെലിബ്രിറ്റി അല്ല. ഒരു 500 അല്ലെങ്കിൽ എൻ്റെ ഒരു ഷോപ്പ് വെച്ചിട്ട് ഒരു 1000 രൂപ ഞാൻ മുടക്കണുണ്ടെങ്കിൽ അയാൾ അത്യാവശ്യം ഫെയിം ഉള്ള ഒരു സെലിബ്രിറ്റി ആയിരിക്കണം. സജനന് ആരും എന്താ ഒരു സെലിബ്രേറ്റ് അതിന്റെ ദേഷ്യമൊക്കെയാണ് സജന ഈ പറഞ്ഞു കൂട്ടണത്.
കാരണം ഞാൻ സജനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നിന്നെ ആർക്കും അറിയുന്നില്ലല്ലോടി, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഒരു ഷോപ്പ് വിസിറ്റ് കിട്ടുക? ഷോപ്പ് വിസിറ്റിന് അവിടെ എന്തോരം സെലിബ്രിറ്റികൾ വരുന്നു, എത്രയോ സെലിബ്രിറ്റികൾ വരുന്നു അവിടെ ഷോപ്പ് വിസിറ്റിന്. അങ്ങനെയൊന്നും സജനക്ക് അവിടെ കിട്ടുന്നില്ല. കാരണം ആകെ ചെയ്തിട്ടുണ്ടാവുക മറ്റേ ലക്ഷ്മി ജയന്റെ പേരിൽ ആ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഉദ്ഘാടനം. ലക്ഷ്മിക്കും അതേ കിട്ടാറുള്ളൂ, ലക്ഷ്മിയുടെ കെയർ ഓഫിലുള്ള സജനക്കും അതേ കിട്ടാറുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ സജനെ പരിചയപ്പെട്ടത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ലക്ഷ്മി ജയനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഈവന്റ് ത്രൂ. ഈവന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലക്ഷ്മി ജയൻ ഉദ്ദേശിക്കുന്നത് സിംഗർ ലക്ഷ്മി ജയൻ. ലക്ഷ്മി ജയനെ പരിചയപ്പെടുന്നു. സജനയുടെ ഫ്രണ്ടാണ്, ഇവർ ബിഗ് ബോസിൽ ഒരുമിച്ചുണ്ടായതാണ്. ലക്ഷ്മി ജയനും സജനയും അവർ ഫ്രണ്ട്സാണ്. അങ്ങനെ ലക്ഷ്മി ജയൻ ത്രൂ ആണ് ഞാൻ സജനയിലോട്ട് എത്തണത്. സജന ആ സമയത്ത് നാട്ടിലാണ്. നാട്ടിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമുണ്ട്. ഇത് വീഡിയോ ആണ്, നമ്മൾ ഓഡിയോ അല്ല, വീഡിയോ കോള് കോൺഫറൻസ് ആണ് കൂടുതലും ചെയ്യുക. അപ്പോൾ സജനയുടെ വീട്ടിലാണ്, നമുക്ക് കാണാൻ പറ്റും സജനയുടെ വീടാണ്. സജന ഈ പറഞ്ഞ പോലെ ഫിറൂസ് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോണൊക്കെ കാണാം. അപ്പൊ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു കാലയളവിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒറ്റ ഒരു ദിവസം പെട്ടെന്ന് നാളെ മറ്റന്നാൾ നടന്നൊരു കാര്യമല്ല. ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. വിളിക്കുന്നു, എന്തെങ്കിലും വിശേഷം ചോദിക്കുന്നു. അതിൽ ലക്ഷ്മി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ സജനക്ക് ഭയങ്കര കുശുംബി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുശുംബാണ് അവൾക്ക്. അപ്പൊ എനിക്കും വരണം ദുബായിൽ, എനിക്ക് വരാം. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, നീ ഇപ്പൊ ദുബായിൽ വരണ്ട, എനിക്കൊരു ഷോ ഉണ്ട്, ഞാൻ ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ സജനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ ലക്ഷ്മിക്ക് വേറെ ഏതോ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അവൾ നടക്കുകയാണ്, അവൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു ബോയ് ഫ്രണ്ട്, ഉബീസ് എന്ന പേരുള്ള ഒരാൾ, കണ്ണൂരാണ് അയാളുടെ വീട്. ഇവരെ കുറിച്ചൊക്കെ എന്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എൻ്റെ പിക്ചറിൽ ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരെ വലിച്ചെടുക്കേണ്ടി വന്നത്. ഈ ഉബീസിന്റെ ഫ്രണ്ട് മാനു, കോഴിക്കോടുള്ള മാനു, ഈ മാനുവിനെ ലക്ഷ്മി ജയൻ സജനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവര് തമ്മിൽ പ്രേമമാകുന്നു. സജന ഗ്ലൂട്ടാത്തയൺ എടുക്കാമെന്നുള്ള പേരിൽ മാനുവിന്റെ അടുത്തോട്ട് പോകും കോഴിക്കോട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബാംഗ്ലൂര്, അവിടേക്ക് ഇവർ കറങ്ങാൻ പോകണതിന്റെ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ കോളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും നാളെ ഇത് പ്രൂഫായിട്ട് എടുത്ത് വെക്കേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ എപ്പോഴേ നമ്മൾക്ക് ആ പ്രൂഫൊക്കെ എടുത്ത് വെച്ചാനേ, അതായത് ഇവളിങ്ങനെ ഓരോ ആൾക്കാരോട് പോണതിന്റെ പ്രൂഫൊക്കെ. അപ്പോൾ ഇത് അവള് വിളിക്കുന്നു, സംസാരിക്കുന്നു, ഓക്കെ ശരി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ആ മാനുവിന്റെ ഫ്രണ്ടാണ് ശബന എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ ഫോട്ടോ ഞാനോട് കൊടുക്കാം. ഒരിക്കലും ശബന എന്നെ തെറ്റിദ്ധരിക്കരുത്. ശബനയാണ് സജനനെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്നതെന്ന് ശബനക്കും അറിയാം. ശബനയുടെ ഫ്രണ്ടിലുള്ള സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഇതെന്റെ തലയിലായിരിക്കുന്നത്, അതെനിക്ക് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ കൊച്ചിന്റെ ഫോട്ടോ കൊടുക്കുന്നത്. നിങ്ങൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ ശബനക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ശബന ഒന്ന് പറയട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ശബന എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് സജനനെ ആദ്യമായിട്ട് അബുദാബിയിലാണ് സജന പറഞ്ഞത്, ദുബായിലല്ല. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിലാണ് സജന പറഞ്ഞത്. സജന അബുദാബിയിൽ വന്നതിന് ശേഷം അവൾക്ക് എന്തോ ഒരു ഷോപ്പ് വിസിറ്റ് ഒക്കെ ഈ ഷബനയുടെ കെയർ ഓഫിൽ തന്നെ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് ഏതോ ഒരു പ്രോഗ്രാമിനൊക്കെ പോയി എന്നൊക്കെ അവള് വിളിച്ചു പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. ഒരു 1 വീക്ക് അതിനിടയിൽ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇവര് ഡെസേർട്ട് സഫാരിക്ക് പോകുന്നു, അവിടെ നിന്ന് അടിച്ചു പൊളിക്കുന്നു. ഈ ചെറുക്കന്മാരുടെ ഫോട്ടോ ഒന്നുമില്ല, ഇവര് രണ്ടുപേരും ശബനയും ഇവളും കൂടിയുള്ള ഫോട്ടോസ് ഒക്കെയാണ് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഇവിടെ അവിടെ ഓക്കെ ഫൈൻ. ഉമ്മൽ കോയിലിൽ ഇവിടെ അടിച്ചു പൊളിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു 7 days ഒക്കെ ആയപ്പോഴത്തേനും സജന എന്നെ കോൾ ചെയ്യുന്നു, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ അങ്ങോട്ട് വരണം, വന്നിട്ട് കണ്ടിട്ടേ ഇല്ല. കാരണം ഞാൻ സജനനെ മീറ്റ് ചെയ്തിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി പോവാണ്. സജന വരുന്നു. അങ്ങനെ നമ്മൾ അതിനെന്താ വായോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുക്കുന്നു. സജന ഈ ചെറുക്കന്മാരാണ് അബുദാബിന്ന് കൂട്ടിയിട്ട് വരുന്നത്. ഈ പെങ്കൊച്ചി ശബനയും ഉണ്ട്. അങ്ങനെ സജന വന്ന് കണ്ട് സംസാരിച്ച് പോണത് അലി എന്ന് പറഞ്ഞത് ഒരു മിർദീഫിലുള്ള ഒരു ചെറുക്കന്റെ വീട്ടിലാണ്. അത് ഇവരുടെ ഫ്രണ്ടാണ്. ഞാനിത് കറക്റ്റ് ഇതായിട്ട് പറയാണ്. അലി എന്ന് പറഞ്ഞ ആൾക്ക് ആ ചെറുക്കൻ്റെ അടുത്താണ് ഇവർ അബുദാബി വന്നതാണല്ലോ, ഇവരെല്ലാരും കൂടെ അവിടെയാണ് അന്ന് സ്റ്റേ ചെയ്തതും. ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അവരുടെ ഫ്രണ്ട് സർക്കിളാണ്. അതിൽ ഈ ഒരു ചെറുക്കനായിട്ട് സജന കുറച്ച് ഓവറായിട്ട്, അതായത് കുറച്ച് അവള് പ്രേമം അവനോട്. പക്ഷെ അവന് ജസ്റ്റ് ഒരു യൂസ് ആയിരുന്നു സജനനെ അവൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും അവൻ എന്താക്കൂല, സജനനെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇനി എന്നെ വിളിക്കാൻ ശല്യം ചെയ്യലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ. ഇത് ലക്ഷ്മി ജയനും അറിയാവുന്ന കാര്യമാണ്. കാരണം സജന വന്നു 2nd വീക്ക് ആയപ്പോഴത്തേന് ലക്ഷ്മി ജയന് പ്രോഗ്രാം ഉണ്ട്, ലക്ഷ്മി ജയൻ അവിടെ വന്നു, ദുബായിൽ വന്നു. അപ്പം ആ സമയത്ത് ലക്ഷ്മി ജയന് ഞാനും കൂടെ നിൽക്കുമ്പോഴാണ് ഈ ചെക്കൻ വിളിച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ സജനക്ക് ഇവരുടെ കൂടെ അബുദാബിയിലോട്ട് പോകണം, എന്നെ കൊണ്ടുപോകും എന്ന് പറയുകയാണ്.
അപ്പം ഇവര് വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, എൻ്റെ ഫാമിലി നാളെ നാട്ടിൽ നിന്ന് വരികയാണ്, അപ്പം സജനയുടെ ക്യാരക്ടറിനൊക്കെ നല്ലൊരു മാറ്റം വരുന്നു, അപ്പം എനിക്ക് അത്രയും ഇങ്ങനെ ഇത് അറ്റാച്ച്മെന്റ് കാണിക്കുമ്പം എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, എനിക്ക് ജോലിയുള്ളതാണ്, ഞാൻ പിന്നെ വന്ന് കൂട്ടിക്കോളാം എന്നൊന്ന് പറയാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളോട് സജന ഇവിടെ നിൽക്കി, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സജനൻ അവിടെ ഞങ്ങൾ ലക്ഷ്മി ജയനും ഉള്ളപ്പോഴാണ് ഞങ്ങളത് പറഞ്ഞു നിർത്തുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും ഉണ്ട്. ഈ വേറെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി ജയന്റെ പ്രോഗ്രാമിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഒരു വലിയൊരു കമ്പനി, അതായത് ലോകമൊട്ടാകെ അറിയുന്ന ബ്രാഞ്ചുകളുള്ള ഒരു കമ്പനിയുടെ ഷോ നടക്കണത് ദുബായിൽ വെച്ചിട്ട്. ഈ ഷോയിൽ ലക്ഷ്മിയുടെ പാട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ പാർട്ടൊക്കെ എനിക്ക് തോന്നണത് ഇല്ല, ആ സമയത്ത് കോർഡിനേഷൻ പാർട്ട് ഏതോ ഒരു കമ്പനിയാണ്, വേറെ ഏതോ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ സോങ് ഉണ്ട് അതില്, സജനൻ അതില് ലക്ഷ്മി പറഞ്ഞിട്ട് ഒരു ഡാൻസിന് കയറ്റി. അപ്പോൾ ആ ഡാൻസിലാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ തൊട്ടു മുമ്പ് സജന ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് വലിച്ചു കയറ്റി ആ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് ആകെ മൊത്തം കൊളായി. സജന അവിടെ നിന്ന് ഇറങ്ങി. ഡെസ്പാണ്. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം, അന്നെടുത്ത ഫോട്ടോ. ലക്ഷ്മി കോസ്റ്റ്യൂമിലാണ്, സജന ഡാൻസ് കഴിഞ്ഞിറങ്ങിയ മൂത്ത മേക്കപ്പ് കാണും പറയും, സജന ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്.